ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് അയല മീനാണ് കിട്ടിയേക്കുന്നത്. ഞാൻ ഇത് വെട്ടുന്ന വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിങ്ങനെ അയല വെട്ടുന്നത്. ഞാൻ ആദ്യമേ ഇതിൻ്റെ വാല് മുറിച്ച് കളയുക. ഇങ്ങനെ വെട്ടുന്നവരും കാണും, അല്ലാത്തവരുണ്ട്. അതുകൊണ്ട് ഞാനിത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ സിലോപ്പിയ വെട്ടിയില്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിൽ നിന്ന് ഇങ്ങ് ആ തലയുടെ മേലെ ആ കണ്ണിൻ്റെ പൊക്കത്ത് വരുന്ന പോലെ നൈസായിട്ട് ഇതിൻ്റെ ആ ചിറകെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ ചെത്തിക്കളയണം കേട്ടോ. തീരെ ഏറ്റവും കുറഞ്ഞ അളവിൽ ചെത്തിക്കളഞ്ഞ് വെച്ചാൽ മതിയേ. ശ്രദ്ധിച്ചോണം, കണ്ണിൻ്റെ മേലെ വരുന്നോടം വരെ ചെത്തിക്കളയണം കേട്ടോ. പിന്നെ ഇതിൻ്റെ വയറിൻ്റെ അടിഭാഗം വരെ ഇങ്ങേ വശത്തുനിന്നും ചെത്തിക്കളയണേ. പിന്നെ ഇവിടെ ഇച്ചിരൂടെ കളയണം. ഞാൻ പറഞ്ഞില്ലേ, കണ്ണിൻ്റെ മേലെ വരുന്നോടം വരെ കളയണം. എന്തെങ്കിലും അതിൻ്റെ തൊലി പൊളിച്ചാൽ വെക്കുന്നത് നമ്മളെ. അപ്പം തൊലി പൊളിഞ്ഞ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേന് ഇത് കണ്ടോ, പടം പോലെ ഇങ്ങ് പൊളിഞ്ഞ് പോകുന്നുള്ളൂ. പെട്ടെന്ന് ഒരു പാടും ഇല്ല കേട്ടോ, പെട്ടെന്നാക്കി എടുക്കാതെ. ഒരു തുള്ളി പോലും ഉളുമ്പില്ല. ഇനി രണ്ട് വശം ഇതുപോലെ ചെയ്ത് വെച്ച് ഈ തലയുടെ സൈഡിൽ ഈ ചെറിയ ചിറക് പോലെയുള്ള അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ കത്തി കയറ്റിയിട്ട് അങ്ങ് മേലെ വരെ ഇങ്ങനെ ചെത്തി എടുക്കണേ. അപ്പോൾ ഒട്ടും ദശ പോകത്തില്ല കേട്ടോ. ചിലരൊക്കെ അയലയുടെ മത്തിയുടെയൊക്കെ തല എടുക്കും. ഇവിടെ നമ്മൾ എടുക്കാറില്ല. എനിക്കങ്ങനെ വെട്ടാൻ അറിയത്തുമില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് വരിച്ചെടുത്തിട്ട് വയറും ക്ലീനാക്കി എടുത്തു കഴിഞ്ഞാൽ മുട്ടയൊക്കെ കൊണ്ട് എടുത്തിട്ട് ക്ലീനാക്കിയാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ പൊടിഞ്ഞു പോവോ പൊട്ടിപ്പോവോ ഒന്നും ചെയ്യില്ല. അങ്ങനെ ഇങ്ങനെ അല്ലാണ്ട് ചെത്താന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അന്നേരം പൊടിഞ്ഞു പോകത്തില്ലേ എന്ന് ചോദിച്ചു. ഒരു പൊടിഞ്ഞു പോകത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ വീഡിയോ ഇട്ടേക്കാം, കണ്ടു നോക്കുന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇടുന്നു കേട്ടോ. അപ്പം താല്പര്യമുള്ളവരൊക്കെ കണ്ടു നോക്കണേ. ഇങ്ങനെ വെട്ടുന്നവരും കാണുമായിരിക്കും. പെട്ടെന്നാക്കി എടുക്കാതെ, നമുക്ക് വലിയ പാടുള്ള പരിപാടികളൊന്നുമല്ല. എൻ്റെ മമ്മി ഇങ്ങനെയാണ് മീൻ വെട്ടാറേ. നമ്മളെപ്പോഴും അമ്മമാരുടെ കൂടെ നടക്കുമല്ലോ. അപ്പം മമ്മി കാണിക്കുന്നുണ്ടാണ് ഞാൻ കറികളും മുക്കാലും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യുന്നത്. നമുക്ക് മമ്മിയുടെ പുറകെ എപ്പോഴും നടക്കുന്നയാളായിരുന്നു ഞാൻ. അപ്പം എന്നാ ചെയ്യുന്നതെന്ന് നമുക്കറിയാമല്ലോ. മമ്മി ചിക്കൻ ആണേലും എന്നാ സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണേലും അങ്ങനെയാണ്. അപ്പം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്ലാണ്ടുള്ള മീനൊക്കെ കഴിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തോ ഒരു ചൊവയാന്നൊക്കെ നമുക്ക് തോന്നും. ഇതിനൊട്ടും ഉളുമ്പില്ലേ. ഇപ്പം സാധാരണ മീൻ നേരെ ഒരു വരയെ കൊടുക്കാറ് വറക്കുമ്പം. പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ നിന്നാൽ പോകത്തില്ല എന്ന് കാണിക്കുന്ന കേട്ടോ. പൊടിഞ്ഞു പോവുകയായിരുന്നേ. കറി വയ്ക്കാനാണെങ്കിലും ഇതുപോലെ ചുറ്റിനും നല്ലപോലെ ആ മുള്ളിൻ്റെ അടുത്ത് വരെ മുറിച്ച് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് പിരിച്ചാൽ അതിങ്ങ് വിട്ടു പോരുവേ. ഒരു മീനിൻ്റെ അകത്ത് മുട്ടയുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വറക്കുന്ന കൂടെ ഇടാം. ഇത് ഞാനിപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3-4 മീനെടുത്ത് വറക്കുന്നതാണ്. ഇനി ബാക്കി നമുക്കുണ്ട്, കറി വയ്ക്കാനും ഒക്കെ ഇരിപ്പുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാം ലോങ് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞപ്പൊടിയും കാശ്മീരി ചില്ലിയും എണ്ണ ഒഴിച്ച് നമ്മളെന്നും മീൻ വറക്കുന്ന പോലെ തന്നെ. എന്നിട്ട് പകുതി ആകുമ്പോൾ സവാളയും ഒക്കെ കൂടെ ഇട്ട് അതിൻ്റെയൊക്കെ ഞാൻ ലോങ് വീഡിയോ ഇടുന്നുണ്ട്. നമുക്കിവിടെ മുറ്റത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, മുറ്റത്ത് സെപ്റ്റി ടാങ്കിൻ്റെ കുഴിയൊക്കെ മുറ്റത്ത് തന്നത് നമ്മൾ മുറ്റത്തു നിന്നൊക്കെ മാറ്റിയായിരുന്നേ. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരിയൊക്കെ കൂടണമായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. വീഡിയോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മീൻ വറുത്തതും മീൻ കറിയും പിന്നെ നമ്മുടെ അച്ചാറുണ്ടാക്കുന്നതൊക്കെ അറിയാമല്ലോ. പിന്നെ പയർ തോരനും സോയാബോളും ഒക്കെയാണ് ഇന്നത്തെ കറികൾ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.